ഒരു തിര മോഡൽ പടം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കരം കാണാൻ പോയത്. പക്ഷേ എന്താണ് സംഭവിച്ചത് വെച്ചാൽ ഞാൻ വിചാരിച്ചതിന്റെ ഒരു 70% പോലും കരത്തിന് എത്താൻ പറ്റിയിട്ടില്ല എന്നാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മൾ തിര കണ്ട സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള സംസാരിക്കുന്ന ആ വിഷയം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ഉള്ള ആ ഒരു കഥ അധികം മലയാളത്തിൽ വന്നിട്ടില്ല. ആ സമയത്ത് കാലത്ത് അതുപോലെ ഒരു സിനിമ ആ ഒരു പേസിൽ നമ്മളെ ത്രില്ലടിപ്പിച്ച് തിയേറ്ററിൽ ഇരുത്താൻ പറ്റുന്ന തരത്തിൽ ആ സിനിമ എടുത്തു വെച്ച വിനീത് ശ്രീനിവാസൻ അന്ന് തന്നെ ആ സിനിമ തിയേറ്ററിക്കൽ റണ്ണിൽ കുറച്ച് പുറകോട്ട് പോയെങ്കിലും അന്ന് തന്നെ ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എക്സെപ്റ്റ് ആ ഷേക്കിംഗ് മൂവ്മെന്റ്സ് ഓഫ് ഈച്ച് ഫ്രെയിം, ക്യാമറ മൂവ്മെന്റ്സ് എല്ലാ ഫ്രെയിമിലും ഉണ്ട് എന്നുള്ള ആ ഒരു സംഗതി എനിക്ക് പേഴ്സണലി ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതർവൈസ് ആ സിനിമ എനിക്ക് നന്നായിട്ട് വർക്കായ പടമാണ്. അതുപോലൊരു പടം പ്രതീക്ഷിച്ചിട്ടാണ് കരത്തിന് ഞാൻ പോയത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല. സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത് നായകൻ തന്നെയാണ്, നമ്മുടെ നോബിൾ ബാബു തോമസ്. അദ്ദേഹം വിനീത് ശ്രീനിവാസന്റെ ഫ്രണ്ടാണ്. ഇതിനു മുമ്പ് ഹെലന് തിരക്കഥ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന് വിനീത് ശ്രീനിവാസന്റെ തന്നെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു കമാൻഡോ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു നടനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒട്ടും കൺവിൻസിങ് അല്ലായിരുന്നു പല ഏരിയയിലുള്ള പ്രകടനങ്ങളും. അത് മേ ബി ആ കഥയിൽ നടക്കുന്ന സിറ്റുവേഷൻസ് അതുപോലെ ഉള്ളതായിരിക്കും. വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നായകന്റെ ആ ഒരു സങ്കടകരമായിട്ടുള്ള കാരണം, ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ട്രോമയൊക്കെ കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക് സീനൊക്കെ നമുക്ക് ഒട്ടും രസകരമല്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നായകന്റെ കൂടെ നിന്ന് നമ്മൾ സിനിമ സഞ്ചരിക്കുന്ന സമയത്ത് അത് ആ ഒരു നായകന്റെ സൈഡിൽ നിന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അദ്ദേഹം ചെന്നുപെടുന്ന ആ ഒരു എന്താ പറയാ ലൈഫ് ത്രെട്ടനിങ്ങോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള പല സാഹചര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പെയിനോ അദ്ദേഹത്തിന്റെ പേടിയോ അദ്ദേഹത്തിന്റെ ആ ഒരു സർവൈവൽ ഇൻസ്റ്റിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള രീതിയോ ഒന്നും നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അത് വർക്ക് ആവുന്നില്ലായിരുന്നു. ഒരുപാട് സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ സിനിമയിൽ തന്നെ. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പെർഫോമൻസ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി വിഷ്ണു ജി വാര്യർ എന്ന് പറയുന്ന ആ നടൻ, അദ്ദേഹം ഇതിലൊരു പെട ആക്ടിങ് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വില്ലനിക് റോളായിരുന്നു. പ്രത്യേക ഒരു സ്ലാങ് പിടിച്ച മൾട്ടി ലാംഗ്വേജ് സംസാരിക്കുന്ന ഈ സിനിമ നടക്കുന്ന ടെറ എന്ന് പറഞ്ഞാൽ ജോർജിയാണല്ലോ. അപ്പോൾ അവിടെയുള്ള ഹ്യൂമൻ ട്രാഫിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വില്ലൻ ഗ്യാങ്ങിന്റെ കൂടെയുള്ള വ്യക്തിയായിട്ട് അദ്ദേഹം ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ആ സ്ലാങ്ങും ബോഡി മൂവ്മെന്റ്സ് ആക്ഷന്റെ സമയത്തുള്ള നമുക്ക് ആ ഒരു മാൻ ടു മാൻ ഫൈറ്റ് വരുന്ന സമയത്ത് ആ ഫസ്റ്റ് ഫൈറ്റ് നോബിൾ തോമസും അദ്ദേഹം അതുപോലെ തന്നെ വിഷ്ണുജി വാര്യർ അദ്ദേഹം തമ്മിലുള്ള ആ ഫൈറ്റ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ റോ ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. ഈവൻ ആ ഒരു ഫൈറ്റിലേക്ക് നയിക്കുന്ന കാര്യത്തിനെ നമ്മൾ ഒരുപാട് സമയം അദ്ദേഹത്തിന്റെ നായകന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ കൂടെ ആ ഫൈറ്റ് ആസ് സച്ച് സോൺലി ആ ഫൈറ്റ് മാത്രം കാണുകയാണെങ്കിൽ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആ ഫൈറ്റിന് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണക്ഷൻസ് ആയിരുന്നു സീൻ ബൈ സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിപ്പോ എങ്ങനെ അത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലൈമാക്സിൽ നിന്നും പുറകിലേക്ക് എഴുതുന്ന സമയത്ത് ആ ക്ലൈമാക്സിലേക്ക് എത്തിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട സീക്വൻസുകളായിട്ട് തോന്നി. വളരെ റാൻഡം ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ പോലെ തോന്നി. നാച്ചുറലി രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ പാരലലി പല ഏരിയയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അറ്റ് എ പോയിന്റ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരുന്നത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത സീക്വൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ മേക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെയാണ്. വളരെ 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 ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. നമ്മളിങ്ങനെ ആലോചിക്കും ഇവര് എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ വന്നത്. അതും വളരെ റാൻഡം ആയിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മുന്നേ കണ്ട ആളുകൾ, വളരെ പ്രിയപ്പെട്ട ആളുകൾ, നായകന് വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ മുന്നേ എന്നോ കണ്ടു മറന്ന ആളുകളൊക്കെ പെട്ടെന്ന് കാണാൻ മുന്നിൽ വരുന്നു. അതുപോലെയുള്ള നമുക്ക് ഒട്ടും ഓർഗാനിക് അല്ലാതെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സീനില് ഇന്ത്യൻ എംബസി വഴി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇന്ത്യൻ എംബസിയെ ഡയറക്റ്റ് ഫോൺ കോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി നേരിട്ട്
ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ, ഇവരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നും ആ രാജ്യത്ത് ഇവർ അനുഭവിക്കുന്ന ആ ഒരു അവരുടെ ആ സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ വേണ്ടി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ നേരിട്ട് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ആ എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്ററെ നേരിട്ട് ഈ ഒരു സംഗതിയിലേക്ക് കൊണ്ടുവരാൻ അവരുപയോഗിച്ചിരിക്കുന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം നമുക്ക് ഒട്ടും ബിലീവബിൾ അല്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് വേറൊരു ഡയമെൻഷൻ ഓഫ് പാസം തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതും എനിക്ക് വളരെ കല്ലുകടിയായിട്ട് തോന്നി. അങ്ങനെ ഒരു അത്രയും ടോപ്പ് ആൻഡ് ഒഫീഷ്യൽസിനൊക്കെ മീറ്റ് ചെയ്യാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇഷ്യൂസിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ഇത്തരത്തിലുള്ള സില്ലി ആയിട്ടുള്ള കണക്ഷൻസോ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ ഒരു മേക്ക് ചെയ്ത രീതി, അതായത് സിനിമാറ്റിക് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആ രീതിയിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ജോമോൻ ടി ജോന്റെ ക്യാമറ ആയാലും BGM, അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ ഇംപ്രസീവ് ആയിട്ട് തോന്നി എനിക്ക്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഒരു സ്റ്റിൽ ഫ്രെയിമിലോട്ട് ഒരു കാർ വന്ന് പാസ് ചെയ്ത് പോകുന്ന ആ ഒരു സീനിലെ ഒരു സഡൻ ആയിട്ട് ആ കാറിന്റെ റവിങ് സൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്ന പോലെ എനിക്ക് തോന്നി. നമുക്ക് നമ്മുടെ ചുറ്റും കാറ് വന്നു പോകുന്ന ഒരു ഫീൽ ഉള്ള തരത്തിൽ തന്നെയായിരുന്നു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഡിസൈൻ ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ക്യാമറ, ഓഡിയോ, അതുപോലെ തന്നെ BGM. പാട്ട് എനിക്ക് അത്ര വലിയ ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാബുരാജിന്റെ ക്യാരക്ടർ എന്താണ് തിരക്കഥാകൃത്തും സംവിധായകനും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു കോമിക് ടച്ചുള്ള ഒരു വില്ലൻ റോൾ. പക്ഷേ അവരുദ്ദേശിച്ചത് ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് പോകുന്ന സിനിമയിൽ അവിടെ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഏരിയ വരുന്ന സമയത്ത് നമുക്ക് റിലീഫ് കിട്ടും എന്നുള്ള രീതിയിലാണ് ബാബുരാജിന്റെ ക്യാരക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സിനിമയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ നായക കടന്നു പോകുന്ന സിറ്റുവേഷൻ അത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നില്ല, നമുക്ക് ഫീൽ ചെയ്യില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് കണക്ട് ആവാത്ത തരത്തിലുള്ള ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെയാണ് നായകൻ കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബാബുരാജിന്റെ ക്യാരക്ടർ കൊണ്ട് അവർ ഉദ്ദേശിച്ച കാര്യം കറക്റ്റായിട്ട് കൺവേ ആയിട്ടില്ല. പക്ഷെ ബാബുരാജിന്റെ ആ കഥാപാത്രത്തിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആയിട്ട് കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ കരം എന്ന് പറയുന്ന സിനിമ എത്രത്തോളം എനിക്ക് വർക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് തിയേറ്ററിക്കലി എനിക്ക് കിട്ടിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ബൈ.